Hi, my dear students. Welcome back to MTM Campus Education Channel. This is Faushiba again with the second module from quantitative techniques, that is correlation. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൻ്റെ ഇൻട്രൊഡക്ടറി പാർട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിലേക്ക് മെല്ലെ മെല്ലെ നമ്മൾ പ്രോബ്ലത്തിലേക്ക് കിടക്കുകയാണ്. വളരെ ഇമ്പോർട്ടൻറ്റ് എസ്സേ ഒക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു പാർട്ടാണ് കോറിലേഷൻ. നമ്മൾ സാധാരണയുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സും അനാലിസിസൊക്കെ ഏതെങ്കിലും ഒരു വേരിയബിളിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഒരു വേരിയബിൾ പോയിന്റ് ടു ബി നോട്ടഡ്. എന്താണ് ഈ വേരിയബിൾ? അതായത് സ്റ്റാറ്റിസ്റ്റിക്സിൽ ഫാക്ടേഴ്സ് രണ്ട് തരം ഫാക്ടേഴ്സാണ്. ഒന്ന് ഫിക്സഡ് ഫാക്ടേഴ്സും മറ്റൊന്ന് വേരിയബിൾ ഫാക്ടേഴ്സ് കേട്ടോ. എന്താണ് ഈ ഫിക്സഡ് ഫാക്ടേഴ്സ്? എന്ത് തന്നെ വന്നാലും ഒരു മാറ്റവും ഇല്ലാത്ത ഫാക്ടേഴ്സിനെയാണ് ഫിക്സഡ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ വേരിയബിൾ ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഏതെങ്കിലും ഒന്നിൻ്റെ ചേഞ്ച് ഓർ ഇൻഫ്ലുവൻസ് കൊണ്ട് മാറ്റങ്ങൾക്ക് വിധേയമാവുന്ന ഫാക്ടേഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? വേരിയബിൾ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നോർമലി ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഓർ മെത്തേഡ്സിലൊക്കെ ഏതെങ്കിലും ഒരു വേരിയബിൾ അതിനെക്കുറിച്ചാണ് നമ്മൾ അനലൈസ് ചെയ്യുക. എന്നാൽ ഒന്നിലധികം വേരിയബിൾസ്, രണ്ടോ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതലോ വേരിയബിൾസും അതിൻ്റെ റിലേഷൻഷിപ്പും അതിൻ്റെ ഡിഗ്രി ഓഫ് ചേഞ്ചസും അറിയാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡി ആവശ്യമാണ്. അത്തരം സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോറിലേഷൻ എന്ന് പറയുന്നത്. എന്താണ് അപ്പോൾ കോറിലേഷൻ? രണ്ടോ അതിൽ കൂടുതലോ വേരിയബിൾസ്, നോർമലി 2 ഫാക്ടേഴ്സ് ആയിരിക്കും, 2 വേരിയബിൾ ഫാക്ടേഴ്സ് ആയിരിക്കും. രണ്ടോ അതിൽ കൂടുതലോ വേരിയബിൾസും അതിൽ ഒന്നിൻ്റെ ചേഞ്ച് മറ്റേ വേരിയബിളിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു, എത്ര ഡിഗ്രിയിലാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനാണോ സെയിം ഡയറക്ഷനാണോ, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഓർ ടെക്നിക്കാണ് എന്തെന്ന് പറയുന്നത്? കോറിലേഷൻ. സോ correlation can be used to study the relationship between 2 or more variables. If change in one variable affect the change in other variable. ഒരു വേരിയബിളിൻ്റെ ചേഞ്ച് മറ്റ് വേരിയബിളിൻ്റെ ചേഞ്ചിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്, അതാണ് നമ്മൾ ഇതിലൂടെ പഠിക്കുന്നത് കോറിലേഷൻ. ഓക്കെ, ഇവിടെ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 വേരിയബിൾസ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ്, വെറും ചേഞ്ച് മാത്രമല്ല, ആ ചേഞ്ചിൻ്റെ ഡിഗ്രി എത്ര % എത്ര ഇരട്ടിയാണ്, അതും കൂടി നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. ഒരു എക്സാമ്പിൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എക്കണോമിസ്റ്റ്, അതായത് പ്രൈസും സപ്ലൈയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഒരു പ്രൈസിൽ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസിന് എത്ര മാറ്റം വന്നു കഴിഞ്ഞാൽ, പ്രൈസിന് ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ അത് അതിൻ്റെ സപ്ലൈയെ ബാധിക്കുമോ, ഇനി ബാധിക്കുന്നുണ്ടെങ്കിൽ എത്ര അളവിൽ. ഓക്കെ, ഇതാണ് കോറിലേഷനിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്? അളക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ, വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കുക. ഇപ്പം ഞാനിങ്ങനെ ജനറലായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ എന്താണ്? കോറിലേഷൻ സ്റ്റഡീസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 വേരിയബിൾസ്. 2 വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് എന്ത് ചെയ്യുന്നത്? കോറിലേഷനിലൂടെ അളക്കുന്നത്. വെൻ ചേഞ്ച് ഇൻ വൺ വേരിയബിൾ affects how much affects the change in other variable. ഒരു വേരിയബിളിൻ്റെ ചേഞ്ച് എത്രമാത്രം അളവിൽ മറ്റേ വേരിയബിളിനെ ബാധിക്കുന്നു എന്നാണ് നമ്മൾ ഈ കോറിലേഷനിലൂടെ നോക്കുന്നത്. അപ്പോൾ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൺഫ്യൂഷൻ ആക്കുന്നില്ല, 2 തവണയ്ക്ക് കേൾക്കുക. ഓക്കെ, ഞാൻ ഇതെല്ലാ വീഡിയോയിലും പറയുന്നതാണ്. കാരണം വീഡിയോ ആകുമ്പോഴും നമ്മൾ പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ എന്താണ്, നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കേൾക്കാം. അപ്പോൾ എന്ത് സംഭവിക്കും? ഇത് നിങ്ങൾക്ക് ബഫറിങ് ഇല്ലാതെ കാണാൻ പറ്റും. ഓക്കെ, പിന്നെ ഒരു പരിധിവരെ ബോറടിയും ഒഴിവാക്കാൻ പറ്റും. പിന്നെ ഡെഫിനിഷൻ ആണ് പറയുന്നത്. ഇത് എക്സാക്റ്റ് ഡെഫിനിഷൻ അല്ല, മീനിങ്ങിലേക്ക് വരികയാണ്. ഡെഫിനിഷൻ അപ്പുറത്തെ പേജിൽ കൊടുത്തിട്ടുണ്ട്. The 2 variables are said to be correlated if the change in one variable result in a corresponding change in other variable. Okay, രണ്ട് വേരിയബിൾസ് തമ്മിൽ കോറിലേറ്റഡ് ആണ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ദ ചേഞ്ച് ഇൻ വൺ വേരിയബിൾ, ഒരു വേരിയബിളിൻ്റെ ചേഞ്ച് കറസ്പോണ്ടിങ് ആയിട്ട്
അതിന് ആനുപാതികമായ ചേഞ്ച് മറ്റേ വേരിയബിളിൽ വരുന്നുണ്ടാവും. അപ്പോഴാണ് അതിനെ എന്തെന്ന് പറയുന്നത്. അത് ചിലപ്പോൾ ഡയറക്റ്റ് ആവാം, ഇൻഡയറക്റ്റ് ആവാം. ഓക്കെ, ചിലപ്പോൾ നേരിട്ടാവാം, ഒരേ ലെവലിലായിരിക്കും, ചിലത് ഓപ്പോസിറ്റ് ലെവലിലായിരിക്കും. അതാണ്. പക്ഷെ എന്തോ ഒരു ചേഞ്ച് ഇവർ തമ്മിലുണ്ട്, എന്തോ ഒരു റിലേഷൻഷിപ്പ് ഇവർ തമ്മിലുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾക്ക് എന്തെന്ന് പറയാം, കോറിലേറ്റഡ് ആണെന്ന് പറയാം. ദിസ് ഈസ് that is when two variables move together we say they are correlated. രണ്ട് വേരിയബിൾസ് ഒരുമിച്ച് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾക്ക് എന്തെന്ന് പറയാം, അവ തമ്മിൽ കോറിലേറ്റഡ് ആണെന്ന് പറയാം. എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. when price of a commodity rises the supply for that commodity also rises. നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രൈസും സപ്ലൈയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. പ്രൈസ് കൂടിയാൽ സപ്ലൈ കൂടും, പ്രൈസ് കുറഞ്ഞാൽ സപ്ലൈ കുറയും. ഇത് തന്നെയാണ് നമ്മൾ ഡിമാൻഡിലും പഠിച്ചിട്ടുള്ളത്. ഇത് സപ്ലൈയും പ്രൈസും തമ്മിൽ എന്ത് ഡയറക്ഷനാണ്, ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ്. സപ്ലൈ എത്ര കൂടുന്നോ അതേപോലെ തന്നെ കൂടുവാണെങ്കിൽ പ്രൈസ് അവിടെ കൂടിയിട്ടുണ്ടാവണം. പ്രൈസ് കുറഞ്ഞാലായിരിക്കും സപ്ലൈ കുറയുക. ഇതേപോലെ തന്നെ വേറൊരു സംഭവം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഡിമാൻഡും ഡിമാൻഡും അതേപോലെ തന്നെ എന്തെന്ന് പറയുന്നത് പ്രൈസും. പ്രൈസ് കൂടിയാൽ ഡിമാൻഡ് കുറയും, പ്രൈസ് കുറഞ്ഞാൽ ഡിമാൻഡ് കൂടും. ഇവിടെയും റിലേഷൻഷിപ്പ് ഉണ്ട്. പക്ഷേ സപ്ലൈയും പ്രൈസും തമ്മിലുള്ളത് ഡയറക്റ്റ് റിലേഷൻഷിപ്പും അതേപോലെ തന്നെ പ്രൈസും ഡിമാൻഡും തമ്മിലുള്ളത് ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പുമാണ്. എനിഹൗ both the variables are related either directly or indirectly or either positively or negatively. ഓക്കെ, നേരിട്ടോ അല്ലാതെയോ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ റിലേഷൻഷിപ്പ് ഉണ്ടാവും. അപ്പോൾ ഡെഫിനിഷനാണ്, ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട്. ഇത് ഏറ്റവും ചെറുത് രണ്ടെണ്ണം നോക്കി ഞാൻ എടുത്തതാണ്. ടട്ടിൽ തന്നിട്ടുള്ള ഡെഫിനിഷനാണ്. കോറിലേഷൻ ഈസ് എൻ അനാലിസിസ് ഓഫ് ദ അസോസിയേഷൻ ബിറ്റ്വീൻ ടു ഓർ മോർ വേരിയബിൾസ്. രണ്ടോ അതിലധികമോ വേരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പിനെ അസോസിയേറ്റ് ചെയ്യുന്ന ഒരു അനാലിസിസ് ആണ് കോറിലേഷൻ. ആൻഡ് കോറിലേഷൻ ഇസ് ദ ടെൻഡൻസി ഓഫ് ടു ഓർ മോർ ഗ്രൂപ്പ്സ് ഓർ സീരീസ് ഓഫ് ഐറ്റം ടു വേരി ടുഗെദർ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി. ഏതെങ്കിലും ഐറ്റംസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പിലെ ടു ഓർ മോർ ഗ്രൂപ്പ്സോ ഒക്കെ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ചേഞ്ച് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ടെൻഡൻസി അളക്കുകയാണെന്ന് പറഞ്ഞു. നേരത്തെ പറഞ്ഞ അതേ മീനിങ് തന്നെയാണ്, ഇനി വെറുതെ പറയണ്ട. ഇനി ടൈപ്സ് ഓഫ് കോറിലേഷൻ. കോറിലേഷൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും broadly classified into 3 categories: positive and negative, linear and non-linear, simple, partial and multiple correlation. അതായത് ഡയറക്ഷനെ ബേസ് ചെയ്തിട്ടാണ് പോസിറ്റീവും നെഗറ്റീവും, അതിൻ്റെ പേഴ്സൻറ്റേജിനെ ബേസ് ചെയ്തിട്ടാണ് ലീനിയർ ഓർ നോൺ ലീനിയർ, നമ്പർ ഓഫ് വേരിയബിൾസിനെ ബേസ് ചെയ്തിട്ടാണ് സിമ്പിൾ, പാർഷ്യൽ ഓർ മൾട്ടിപ്പിൾ കോറിലേഷൻ. ഓക്കെ, അത് ഞാൻ ജനറലായി പറഞ്ഞെന്നുള്ളൂ. പോസിറ്റീവും നെഗറ്റീവ് എന്തായിരിക്കും, ഡയറക്ഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ലീനിയർ നോൺ ലീനിയർ, ഡയറക്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ പോസിറ്റീവും നെഗറ്റീവും. അതേപോലെ തന്നെ ലീനിയർ ഓർ നോൺ ലീനിയർ എന്ന് വെച്ചാൽ എന്തായിരിക്കും, അതായത് ഇത്ര പെർസെൻറ്റേജ്, സെയിം പെർസെൻറ്റേജ്, ഒന്നിൽ ഇത്ര പെർസെൻറ്റേജ് കൂടി ഉണ്ടായി മറ്റേതിൽ ഇത്ര പെർസെൻറ്റേജ് ചേഞ്ച് വരും. അങ്ങനെ പെർസെൻറ്റേജിനെ ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ റേഞ്ച്, ഡിഗ്രിയെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ലീനിയർ ഓർ നോൺ ലീനിയർ. നമ്പർ ഓഫ് വേരിയബിൾസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് സിമ്പിൾ, പാർഷ്യൽ ഓർ മൾട്ടിപ്പിൾ. ഒക്കെ വേഗം നോക്കാം. പോസിറ്റീവ് ഓർ നെഗറ്റീവ് കോറിലേഷൻ. എന്താണ് പോസിറ്റീവ് കോറിലേഷൻ? വെൻ correlation is said to be positive when the variables move together towards the same direction. ഒരേ ഡയറക്ഷനിൽ വേരിയബിൾസിൻ്റെ ചേഞ്ച് വരികയാണെങ്കിൽ, എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സപ്ലൈയും പ്രൈസും, പ്രൈസ് കൂടുമ്പോൾ സപ്ലൈയും കൂടുന്നു, പ്രൈസ് കുറയുമ്പോൾ സപ്ലൈയും കുറയുന്നു. ദാറ്റ് മീൻസ് സപ്ലൈ ആൻഡ് പ്രൈസ് ആർ പോസിറ്റീവ്ലി കോറിലേറ്റഡ്. ഓക്കെ, അതിൻ്റെ ഡയറക്ഷനാണ് എങ്ങോട്ടാണ്, രണ്ടും പോസിറ്റീവാണ്. ഒന്ന് കൂടുമ്പോൾ മറ്റതും കൂടുകയാണ്, ഒന്ന് കുറയുമ്പോൾ മറ്റതും കൂടുക. അപ്പോൾ അവർ തമ്മിൽ റിലേഷൻഷിപ്പ് എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അതേപോലെ തന്നെയാണ് അടുത്തൊന്ന് എന്താണ്, നെഗറ്റീവ്. അപ്പോൾ ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് ദ കോറിലേഷൻ ഈസ് സെഡ് ടു ബി നെഗറ്റീവ് വെൻ ദേ മൂവ് ടുവാർഡ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. വെൻ വൺ ഇൻക്രീസ് അനദർ വൺ ഡിക്രീസസ്. വെൻ വൺ വേരിയബിൾ ഡിക്രീസസ് അനദർ വേരിയബിൾ increases.
A best example for negative correlation is demand and price. When price increases, supply decreases. When price decreases, supply increases. Okay, അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ നെഗറ്റീവും സെയിം ഡയറക്ഷൻ ആണെങ്കിൽ പോസിറ്റീവാണ്. ഇനി കൂടുതൽ പറയണ്ടല്ലോ. നെക്സ്റ്റ്, ലീനിയർ ഓർ നോൺ ലീനിയർ കോറിലേഷൻ. What is linear correlation? A correlation between two variables said to be linear when the ratio of change between the two variables is constant. അതായത് രണ്ട് വേരിയബിൾസും ചേഞ്ച് ചെയ്യുന്നുണ്ടാവാം. ഇപ്പോൾ പോസിറ്റീവ് ആവട്ടെ നെഗറ്റീവ് ആവട്ടെ, ഓപ്പോസിറ്റ് ആവട്ടെ, അതേപോലെ തന്നെ പിന്നെ സെയിം ഡയറക്ഷൻ ആവട്ടെ, ബട്ട് അതിൻ്റെ ഡിഗ്രി, അതിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഇപ്പോൾ 10% പ്രൈസ് ഇൻക്രീസ് വരുമ്പോൾ 10% സപ്ലൈയിലും ഇൻക്രീസ് വരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയാം? ലീനിയർ ആണെന്ന് പറയാം. 10% പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ 10% ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ അത് രണ്ടിൻ്റെയും അതാണ് ഞാൻ പറഞ്ഞത്, ഇൻക്രീസ് ആവട്ടെ ഡിക്രീസ് ആവട്ടെ, അല്ലെങ്കിൽ സെയിം ഡയറക്ഷൻ ആവട്ടെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആവട്ടെ, ഡിഗ്രി എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലീനിയർ കോറിലേഷൻ. അപ്പോൾ ലീനിയർ കോറിലേഷൻ ഒരു ഗ്രാഫിൽ നമ്മൾക്ക് കാണിക്കുകയാണെങ്കിൽ ഒരു സ്ട്രൈറ്റ് ലൈനാണ് കിട്ടുക. ഓക്കെ, സ്ട്രൈറ്റ് ലൈനാണ് കിട്ടുക. ശരിക്കും സ്ട്രൈറ്റ് ലൈന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയായിരിക്കും അതിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, നോൺ ലീനിയർ കോറിലേഷൻ. അവിടെ ലീനിയർ അല്ല. The amount of change in one variable does not bear a constant ratio of amount of change in the other. അതായത് നമ്മളുടെ ഒരു വേരിയബിളിൻ്റെ ചേഞ്ച് എത്ര പെർസെൻറ്റേജ് ആണോ അതിൻ്റെ ഒരു കോൺസ്റ്റൻറ്റ് റിലേഷൻഷിപ്പ് അല്ല അതിൻ്റെ ഡിഗ്രിയിൽ. അതായത് ഇപ്പോൾ ഇൻകം ഒരു 10% കൂടിയപ്പോൾ ബൈയിങ് ബിഹേവിയർ കൂടാൻ ചാൻസ് ഉണ്ട്, ബട്ട് 10% തന്നെ കൂടണമെന്നില്ല. ഇൻകം ഒരു 10% കൂടി, അപ്പോൾ ആ കൺസ്യൂമറുടെ ബൈയിങ് ബിഹേവിയർ വേണമെങ്കിൽ 1%ഓ 5%ഓ അല്ലെങ്കിൽ ചിലപ്പോൾ 20%ഓ ആവാം. There is no linear relation between income of the consumer and the buying behavior of that particular consumer. അതാണ് എന്തെന്ന് പറയുന്നത്? നോൺ ലീനിയർ കോറിലേഷൻ. ഓക്കെ, ഇനി ഇത് ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുവാണെങ്കിൽ, ഇതിൻ്റെ റിലേഷൻഷിപ്പ് ഒരു ഗ്രാഫിൽ നമ്മൾ പ്ലോട്ട് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഷേപ്പ് ഓഫ് ദാറ്റ് കർവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു സിംഗിൾ ഒരു ലൈനല്ല, പകരം ഒരു കർവിക്കൽ ഷേപ്പ് ആയിരിക്കും. ഇങ്ങനെ വളഞ്ഞോ തിരിഞ്ഞോ ഒക്കെ ഇരിക്കുന്നതായിരിക്കും. ചിലപ്പോൾ നോൺ ലീനിയർ അല്ലേ, ഒരു പെർട്ടിക്കുലർ ഒരു സ്ട്രൈറ്റ് ലൈൻ ഒരിക്കലും അല്ല, ഒരു സിഗ്സാഗ് ഒക്കെ പോലെ ആയിരിക്കും. എങ്ങനെ വേണമെങ്കിലും വരാം. ഓക്കെ, അപ്പോൾ ഇതിനെ ഈ നോൺ ലീനിയർ കോറിലേഷനെ എ കർവി ലീനിയർ കോറിലേഷൻ എന്നും പറയാറുണ്ട്. എ കർവി ലീനിയർ കോറിലേഷൻ കേട്ടോ, കർവി ലീനിയർ കോറിലേഷൻ എന്നും പറയാറുണ്ട്. ക്ലിയർ? അപ്പോൾ ലീനിയർ ഓർ നോൺ ലീനിയർ കോറിലേഷൻ. ലീനിയർ കോറിലേഷൻ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ദ ഡിഗ്രി അല്ലെങ്കിൽ ദ റിലേഷൻഷിപ്പ് പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ദ വേരിയബിൾസ് ഹാവ് എ കോൺസ്റ്റൻറ്റ് റിലേഷൻഷിപ്പ് ആയിരിക്കും. ഓക്കെ, എന്നാൽ നോൺ ലീനിയർ എന്ന് വെച്ചാൽ എന്താണ്? ഒരിക്കലും കോൺസ്റ്റൻ്റ് അല്ല, അതിങ്ങനെ വാരി ചെയ്തുകൊണ്ടിരിക്കും. ഇൻക്രീസും ഡിക്രീസും ചിലപ്പോൾ സെയിം ആവാം, ചിലപ്പോൾ സെയിം ആവാണ്ടിരിക്കാം. എനിവേ, അപ്പോൾ അതാണ് നോൺ ലീനിയറും ലീനിയറും. നെക്സ്റ്റ്, സിമ്പിൾ പാർഷ്യൽ ഓർ മൾട്ടിപ്പിൾ കോറിലേഷൻ. ആ പേര് കേട്ടാൽ തന്നെ അറിയാം എന്തായിരിക്കും സിമ്പിൾ കോറിലേഷൻ. ദ കാൽക്കുലേഷൻ ഈസ് ഡൺ ബിറ്റ്വീൻ 2 വേരിയബിൾസ് ഓൺലി. 2 വേരിയബിൾസ് മാത്രമേ ഉള്ളെങ്കിൽ കോറിലേഷൻ എന്തായിരിക്കും? സിമ്പിൾ കോറിലേഷൻ ആയിരിക്കും. അപ്പോൾ മൾട്ടിപ്പിൾ കോറിലേഷൻ എന്തായിരിക്കും? മോർ ദാൻ 2 വേരിയബിൾസ് വേരി സൈമൾട്ടേനിയസ്ലി. 2-ലധികം വേരിയബിൾസ് ഒരുപോലെ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾക്ക് എന്തെന്ന് പറയാം? ഇപ്പോൾ ഡിമാൻഡും പ്രൈസും ഇൻകവും. ഓക്കെ, ഡിമാൻഡ്, പ്രൈസ്, ഇൻകം, ഈ 3ഉം റിലേറ്റഡ് ആണ്. ഓക്കെ, ഇൻകം കൂടിയപ്പോൾ ബൈയിങ് ബിഹേവിയർ കൂടി, അപ്പോൾ അവിടെ ചിലപ്പോൾ പ്രൈസ് കൂടിയാലും അല്ലെങ്കിൽ പ്രൈസ് കുറഞ്ഞാലും ഒക്കെ അവരെ ഡിമാൻഡിനെ എന്ത് ചെയ്യും?
അത് ബാധിക്കും. അപ്പോൾ ഇൻകവും പ്രൈസും ഡിമാൻഡും ഒരുപോലെ കോറിലേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അതിനെ, അല്ലെങ്കിൽ ഒരുമിച്ച് അതിൻ്റെ റിലേഷൻഷിപ്പ് നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾക്ക് മൾട്ടിപ്പിൾ കോറിലേഷൻ എന്ന് പറയാം. ഓക്കെ, if more than two variables studied simultaneously, the correlation is called multiple correlation. Okay, ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഡിമാൻഡ് ഓഫ് പെർട്ടിക്കുലർ കമ്മോഡിറ്റി, ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ പെർട്ടിക്കുലർ കമ്മോഡിറ്റി, പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി ആൻഡ് ഇൻകം ഓഫ് ദ കൺസ്യൂമർ. ഇത് മൂന്നും എന്താണ്, റിലേഷൻഷിപ്പ് ഉള്ളതാണ്. അപ്പോൾ ഇവിടെ മോർ ദാൻ ടു വേരിയബിൾസ് ഉണ്ട്. അപ്പോൾ പാർഷ്യൽ കോറിലേഷൻ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഇപ്പം മിനിമം കോറിലേഷന് 2 വേരിയബിൾസ് വേണം. 2 മാത്രം ഉള്ളെങ്കിൽ സിമ്പിൾ കോറിലേഷനാണ്. 2ൽ കൂടുതലുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ കോറിലേഷനാണ്. അപ്പോൾ പാർഷ്യൽ കോറിലേഷൻ എന്തായിരിക്കും? പാർഷ്യൽ കോറിലേഷൻ എന്തുണ്ടായിരിക്കും? മോർ ദാൻ 2 വേരിയബിൾസ് ഉണ്ടെങ്കിലും വി കൺസിഡർ ഓൺലി ദ 2 വേരിയബിൾസ്, that correlation is called a partial correlation. Okay, the study of 2 variables by excluding some of the existing variable is called a partial correlation. അതായത് 2 or more variables ഉണ്ടാകും, but we for the purpose of measuring the relationship we considered only 2 factors and being other factors are ignored. അതാണ് എന്തെന്ന് പറയുന്നത്? പാർഷ്യൽ കോറിലേഷൻ. ഫോർ എക്സാമ്പിൾ, കാൽക്കുലേഷൻ ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആൻഡ് പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ് ബൈ ഇഗ്നോറിംഗ് ദ ഇൻകം ഓഫ് ദ കൺസ്യൂമർ. ഇൻകം ഓഫ് ദ കൺസ്യൂമറും പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റും ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് ദ കമ്മോഡിറ്റിയും റിലേറ്റഡ് ആണ്, അത് തമ്മിൽ ബന്ധമുണ്ട്. ബട്ട് ഫോർ കാൽക്കുലേറ്റിംഗ് ദ റിലേഷൻഷിപ്പ് ഓഫ് ദ വേരിയബിൾസ് വി കൺസിഡർ ഓൺലി പ്രൈസ് ആൻഡ് ഡിമാൻഡ്. അതിനാണ് പാർഷ്യൽ കോറിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കൂടുതൽ പറയുന്നില്ല. അപ്പോൾ ഞാൻ ഒരൊറ്റ തവണ ജസ്റ്റ് ഒന്ന് കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ട് നിർത്തുവാണ്. ടൈപ്സ് ഓഫ് കോറിലേഷൻ ആണ്. എന്താ ടൈപ്സ് ഓഫ് കോറിലേഷൻ? പോസിറ്റീവ് ഓർ നെഗറ്റീവ്, ഡയറക്ഷനെ ബേസ് ചെയ്തിട്ടുള്ള ടൈപ്പാണ് പോസിറ്റീവും ആൻഡ് നെഗറ്റീവും. സെയിം ഡയറക്ഷനിലാണ് 2 വേരിയബിൾസ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിനെ പോസിറ്റീവ് എന്നും, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ നെഗറ്റീവ് ആണെന്ന് പറയാം. ഇനി ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പാണ്, പേഴ്സൻറ്റേജ് ഓഫ് റിലേഷൻഷിപ്പാണ് കാണിക്കണമെങ്കിൽ അതിനാണ് ലീനിയർ ആൻഡ് നോൺ ലീനിയർ എന്ന് പറയുന്നത്. സെയിം പേഴ്സൻറ്റേജ് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൻറ്റേജ് ആണെങ്കിൽ അതിനെ ലീനിയർ എന്നും, ഒരു കോൺസ്റ്റൻ്റ് അല്ല, അങ്ങനെ ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ നോൺ ലീനിയർ ആണെന്ന് പറയാം. ഇനി നമ്പർ ഓഫ് വേരിയബിൾസിനെ ബേസ് ചെയ്തുകൊണ്ട് സിമ്പിൾ, പാർഷ്യൽ ഓർ മൾട്ടിപ്പിൾ. 2 വേരിയബിൾസ് മാത്രമുള്ളെങ്കിൽ സിമ്പിൾ, മോർ ദാൻ 2 ഉണ്ടെങ്കിൽ മൾട്ടിപ്പിൾ. മോർ ദാൻ 2 ഉണ്ട്, ബട്ട് അതിൽ 2 ഫാക്ടേഴ്സിനെ മാത്രമേ നമ്മൾ കാൽക്കുലേഷൻ പർപ്പസിന് നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? പാർഷ്യൽ കോറിലേഷൻ എന്നും പറയുന്നു. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി 2 പ്രാവശ്യമൊക്കെ കേൾക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നോട്ട്സ് എഴുതാം. ഓക്കെ, താങ്ക് യു.